എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. പുണർതം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർതം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 പുണർതം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Seven of Pentacles, Knight of Swords, Eight of Cups, Ace of Cups, Queen of Swords, Five of Pentacles, Four of Wands, Nine of Swords. Okay. പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങളാണ് ഈ ഒരു വർഷം എന്ന് പറയാം. ആദ്യം തന്നെ പറയട്ടെ, സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പോൾ പുതിയ ബിസിനസ്സൊക്കെ അടുത്തിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ബിസിനസ്സിൽ നിന്ന് വരുമാനമൊന്നും കിട്ടി തുടങ്ങാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വരുമാനം ബിസിനസ്സിൽ നിന്നൊക്കെ കിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വരുന്ന 2025 എന്ന് പറയുന്നത്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുത്ത ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ബിസിനസ്, ഇപ്പോൾ കൃഷിയിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമ്പ്യൂട്ടർ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഉള്ളതാണെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിൽ സർവീസ് ഇൻഡസ്ട്രി ആയാലും ഏത് തരത്തിലുള്ള ബിസിനസ് ആണെങ്കിലും ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ച് ബിസിനസ്, അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ഥാപനം നടത്തുന്നവർക്ക് വളരെയധികം സാധ്യതകളുള്ള ഒരു വർഷമാണ്. പലരെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ, ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്ഥിര വരുമാനം എന്നുള്ളൊരു ചിന്ത, ആ ഒരു കാഴ്ചപ്പാടാണ് എങ്കിൽ പോലും നിങ്ങളുടെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സൈഡായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്. കാരണം ബിസിനസ് എന്ന് പറയുന്ന ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു ചായ്വ് കൂടുതലായിരിക്കും ഈ ഒരു വർഷം. അപ്പോൾ ജോലി ഉണ്ടെങ്കിൽ തന്നെയും ജോലിയോടൊപ്പം തന്നെ ഒരു സെക്കൻഡ് ഇൻകം സോഴ്സ് അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം സോഴ്സ് നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു ചിന്തയിൽ സൈഡായിട്ടൊക്കെ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയം തന്നെയാണ്. ജോലിയേക്കാൾ കൂടുതൽ ബിസിനസ്സിലാണ് വരുമാനം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ജോലി സംബന്ധമായിട്ടും കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ജോലി സംബന്ധമായിട്ടും നല്ല സാധ്യതകളുണ്ട്. പ്രമോഷനും ശമ്പള വർധനവും ഇത്യാദി കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് സോർട്സ് എനർജിയാണ്. പലരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഒക്കെ മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അടുത്ത കാലം വരെ എന്തെങ്കിലും കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പതുക്കെ നിങ്ങൾ കടമൊക്കെ വീട്ടിൽ തുടങ്ങുന്നുണ്ട്. ഇത് ചില ആളുകളിലാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് നാട്ടിൽ വലിയ ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാതിരുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി, അതായത് വളരെയധികം നിങ്ങൾ ചിന്തിച്ചതിൻ്റെ 10 ഇരട്ടിയിൽ കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി, നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നാട്ടിലത്തെ കടമൊക്കെ നിങ്ങൾ പെട്ടെന്ന് അടച്ച് തീർക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കടം തീർക്കുന്നതിൻ്റെ ഒരു തൃപ്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ഇതുവരെ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. സിംഗിൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് അച്ഛനോ അമ്മയോ ഒറ്റയ്ക്ക് കുട്ടികളെ നോക്കുന്ന ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കും ഈ ഒരു വർഷം നല്ലൊരു വർഷമാണ്. കുറച്ചധികം പല കാര്യങ്ങളും മനസ്സിലാക്കാനും നല്ല രീതിയിൽ കൊണ്ടു നടക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നൊരു വർഷമായിരിക്കും ഈ ഒരു വർഷം. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോർട്സ് എനർജിയോടൊപ്പം തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. നിങ്ങൾ ഈ ഒരു വർഷം പല കാര്യങ്ങളും നിങ്ങൾക്ക് പലതിനെയും അതിജീവിക്കേണ്ടി വരുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം. സാമ്പത്തികമായിട്ട് പൊതുവെ ഒരു പ്രതിസന്ധിയൊന്നും കാണിക്കുന്നില്ലെങ്കിൽ ജോലി ജോലിയിൽ നല്ല ഉയർച്ചയും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ
ഒരു നിങ്ങൾ ധൃതി പിടിച്ചിട്ട് ചില തീരുമാനങ്ങൾ എടുത്തേക്കാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക, ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ വളരെ സന്തോഷത്തിലിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വാക്കൊന്നും കൊടുക്കാതിരിക്കുക, ഞാൻ ഇത് ചെയ്തു തരാം, അത് ചെയ്യാം എന്നുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും എത്ര ഒരു സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു കാര്യത്തിലേക്കും എടുത്തു ചാടാതിരിക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഓക്കെ ഞാൻ ആലോചിച്ചിട്ട് നാളെ പറയാം എന്ന് മാത്രം പറയാം. കാരണം ഈ പെട്ടെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോയിട്ട് അശ്രദ്ധയോട് കൂടിയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീരുമാനങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എടുക്കാൻ എന്നുള്ളതാണ്. പിന്നെ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല ഈ വർഷം. പക്ഷേ മറ്റുള്ളവർ, അതായത് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലോ ചില സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിലുള്ള ആളുകളായിരിക്കാം, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ലോൺ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട്. ജാമ്യം നിൽക്കുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങളിൽ പോകാതിരിക്കുക. തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ് നിങ്ങൾക്കെന്നറിയാം. എന്നിരുന്നാലും ജാമ്യം നിൽക്കാതിരിക്കുക ആർക്കും എന്നുള്ളതാണ്. കാരണം സിറ്റുവേഷൻ വൈസ് ഇവിടെ കാണിക്കുന്നത് കടം കൊടുക്കുക, അതായത് കടം കൊടുക്കുക ചെറിയൊരു തുക, ഇനി അഥവാ അവർ തന്നില്ലെങ്കിലും നിങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഭാരിച്ചൊരു നഷ്ടം വരുന്നില്ല എന്നുള്ള ലെവലിലൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് സഹായിക്കാം. പക്ഷേ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയ ഒരു തരത്തിലും സഹായിക്കാൻ പറ്റിയ ഒരു സമയമല്ല ഈ സമയം. പ്രത്യേകിച്ച് വലിയ വലിയ തുകയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾ ജാമ്യം നിന്ന് വേറെ ആളിൽ നിന്ന് എടുത്തു കൊടുക്കുകയോ ഇതൊന്നും ചെയ്യാതിരിക്കുക. അവരവരുടേതായിട്ടുള്ള ജാമ്യത്തിലോ അവർ എന്തെങ്കിലും സിറ്റുവേഷൻ, പലരും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ മുതലെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. പിന്നെ 8 ഓഫ് കപ്സ് എനർജിയാണ്. 8 ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് വൺസ് എനർജിയാണ്. പഴയ കാര്യങ്ങളിൽ തങ്ങി നിൽക്കാതെ പുതിയതിലേക്ക് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. കാരണം ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ 8 ഓഫ് കപ്സ് എനർജി എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും തിരിച്ചു പോകാതിരിക്കുക. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ ഡിവോഴ്സ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രണയത്തിൽ നിന്ന്, അതായത് പ്രണയ നൈരാശ്യമൊക്കെ സംഭവിച്ചിട്ടുള്ളവർ, അവരുടെ പ്രണേതാക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എങ്കിൽ വിട്ടുകളഞ്ഞത്, അതായത് നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ച കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാതിരിക്കുക, നിങ്ങളുടെ ഓൾഡ് റിയാലിറ്റിയിലേക്ക് തിരിച്ചു പോകാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. അത് ചില പ്രണയം തന്നെ ആയിരിക്കണം എന്നില്ല, ചില വ്യക്തികളായിരിക്കാം, നിങ്ങളുടെ പഴയ ഏതെങ്കിലും സുഹൃത്തായിരിക്കാം, നിങ്ങളുടെ പല ബന്ധുക്കളുമാവാം. അപ്പോൾ നിങ്ങൾ വിട്ടുകളഞ്ഞ് പോന്നിട്ടില്ല, വേണ്ടെന്ന് വെച്ച് പോന്നിട്ടുള്ളതിലേക്ക് തിരിച്ചു പോകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം പറയേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് എന്നുള്ളത് എടുത്തു പറയുന്നു. കാരണം നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ആരും ഇല്ല എന്ന് വിചാരിച്ചിട്ട് പഴയ ആളുകളിലേക്ക് തിരിച്ചു പോകാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ പുതിയ സൗഹൃദങ്ങൾ, പുതിയ സുഹൃത്തുക്കൾ, പുതിയ ബന്ധങ്ങൾ, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം നിങ്ങളുടെ പുതിയ വീടിൻ്റെ പാല് കാച്ചായിരിക്കാം, വെഞ്ചിരിപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വീട് പണിഞ്ഞ് അതിൽ കയറി താമസിക്കുന്ന സാഹചര്യമുണ്ട്. ഒത്തിരി സന്തോഷം ആഘോഷിക്കുന്ന ചില അവസരങ്ങളുണ്ടോയെങ്കിൽ മക്കളുടെയൊക്കെ വിവാഹമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെയോ ഒക്കെ വിവാഹം ആവാൻ ഇവിടെ സാധ്യത. കുടുംബത്തിൽ വളരെ ആഘോഷപരമായിട്ടുള്ളൊരു വിവാഹ ചടങ്ങ് നടക്കുന്നതായിട്ടുള്ളൊരു സന്തോഷവും ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് കപ്സ് ആൻഡ് 9 ഓഫ് സോർഡ്സ് എനർജിയാണ്. എന്ത് സിറ്റുവേഷനിലാണെങ്കിലും കാട് കയറി ചിന്തിക്കുന്ന ഒരു രീതി, അത് നിങ്ങൾ പുറത്ത് വരിക. കാരണം ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ 8 ഓഫ് കപ്സ് ഉണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ ഓവർവെൽംഡ് ആയിട്ടിരിക്കുന്നത്, വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും നിങ്ങൾ ഈ വർഷം. ഏത് കൊച്ചു കാര്യത്തിനാണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വികാരങ്ങളെയൊക്കെ ഒന്ന് ശമിപ്പിക്കാൻ ശ്രമിക്കുക, അടക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ല. ഈ ഒരു മെഡിറ്റേഷനോ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് സഹായകരമാണെങ്കിൽ പ്രേ ടു ഗോഡ്, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതൊക്കെ നിങ്ങളെ സഹായിക്കുന്നുണ്ട് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യും. പിന്നെ എന്തെങ്കിലും ആക്റ്റീവായിട്ട്, പ്രത്യേകിച്ച് വീട്ടമ്മമാരാണെങ്കിൽ എന്തെങ്കിലും ഹോബി കണ്ടെത്തി ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ചെറിയ രീതിയിൽ എന്തെങ്കിലും ആണെങ്കിലും നിങ്ങളുടെ സമയം കളയാൻ മാത്രമല്ല
നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നു എന്നുള്ളൊരു സംതൃപ്തിയും, നിങ്ങൾ ആരുമല്ല, ഒത്തിരി നെഗറ്റീവ് ചിന്തകൾ മൈൻഡിലുണ്ട്, അത് മറികടക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അല്ലാത്ത പക്ഷേ ഇവിടെ ചില ആളുകൾ 9 ഓഫ് സോർട്സ് എനർജി ഉണ്ട്, ചിന്തിച്ച് കൂട്ടി ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം ചില ആളുകൾ ഡിപ്രഷൻ, ആങ്സൈറ്റി ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ അതായത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, നെഗറ്റീവ് ഇതിലേക്ക് പോകാതിരിക്കുക. ഒരു കൗൺസിലറുടെ ആവശ്യം ഉണ്ടെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യാം, സൈക്കോളജിസ്റ്റ്, സൈക്കോതെറാപ്പിസ്റ്റ്, അവരുടെ സഹായം തേടാം. പക്ഷേ ഇത്രയും നെഗറ്റീവായിട്ട് ഇരിക്കാതിരിക്കുക. പൊതുവെ നല്ലൊരു സമയമാണ്, പക്ഷെ നിങ്ങളായിട്ട് വരുത്തി വയ്ക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടാകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.